ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മളൊരു കർക്കിടക കഞ്ഞിയാണ്. പ്രത്യേകിച്ചും ഇത് കുടിക്കാൻ പറ്റിയ കുട്ടികൾക്ക് കേട്ടോ. കുട്ടികൾക്ക് കുടിക്കാൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഒരു കഞ്ഞിയാണ്. ഒരുപാട് ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും കാര്യങ്ങളും ഒന്നും ചേർക്കാത്ത ഒരു കഞ്ഞിയാണ്. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് ഞാൻ ചേർക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു അരിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ, ഉണങ്ങലരി. ചിലപ്പോൾ നഗരനെല്ല് കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പൊ ഇത് നല്ല പ്രകൃതിദത്തമായ പോഷക ഗുണങ്ങളുള്ള ഒരു അരിയാണ്. അപ്പൊ ഈ ഒരു അരി വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചിലര് ചെറിയ അരി ഇട്ടിട്ടൊക്കെ വെക്കൂട്ടോ. അപ്പൊ ഇതാവുമ്പോ നമുക്ക് വേഗം വെന്ത് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇത് 2 പിടി അരിയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര വേണം വെച്ചാൽ അതിനനുസരിച്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ഇതിന് 2 പിടി അരിക്ക് 2 സ്പൂണ് ഉലുവ എടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഉലുവയൊക്കെ ഇട്ടാല് കുട്ടികൾ ചിലപ്പോൾ കഴിക്കൂല. അപ്പൊ ഉലുവന്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഈ ഒരു നല്ല മഴ അടിച്ചു പിടിച്ച് പെയ്യുന്ന മഴയത്ത് കുട്ടികൾക്കൊരു ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച്, എല്ലാ കുട്ടികളും കുടിക്കൂലല്ലോ, ചില കുട്ടികൾക്ക് ഇത് ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടൂല. അപ്പൊ കുടിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വരുമ്പോൾ അത് ഒന്നായിട്ട് പുറത്തേക്ക് ഒലിക്കാതിരിക്കാൻ ഇപ്പം എല്ലാവരും ചെയ്യുന്ന ഒരു ട്രിക്കാണ് സ്പൂൺ ഇട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പം ഇതും കൂടി ഞാനിത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ചെയ്യലുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പം ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്തപ്പോൾ എനിക്കത് ഒരു പുറത്തേക്കൊന്നും ഒലിച്ച് പോവാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു 6 വിസിലടിച്ചപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു കഞ്ഞി ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്, തലേന്ന് കുതിർത്ത് വേണമെങ്കിൽ വെക്കാം കേട്ടോ. രാത്രി കുതിർത്ത് വെച്ചാൽ രാവിലെ തന്നെ വേവിച്ചെടുക്കാം. ഇപ്പൊ ഇതിലേക്ക് ഞാൻ തേങ്ങ അരച്ച് കൊടുക്കാൻ പോവാണ്. അതിലേക്ക് അരമുറി തേങ്ങയാണ് ഞാൻ ഇവിടെ ചിരകി വെച്ചിട്ടുള്ളത്. അതിൽ 2 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ 2 ചെറിയ അല്ലി ചുവന്നുള്ളി എടുക്കേണ്ടത്. കീറി ഇട്ടതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഒരു 2-3-4 കഷ്ണമായിട്ട് കാണുന്നത്. പിന്നെ 2 കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ജീരകം, അതുപോലെ തന്നെ ഒരു നുള്ള് 2-3 മണി കടുക് കേട്ടോ. ഒരുപാട് കൂടണ്ട, അങ്ങനെ കുറച്ച് മാത്രം. അതൊക്കെ കൂടി നമുക്കൊരു ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ചിലരിത് ഇങ്ങനെ ചിരകിട്ട് കൊടുക്കും, ചിലരൊന്ന് ചതച്ചിട്ട് കൊടുക്കും. അപ്പൊ നമുക്കിത് അരച്ച് ചേർക്കാം. നല്ലോണമായ തേങ്ങാപ്പാൽ, ചിലർ പാലെടുത്ത് ഒഴിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഇത് അരച്ച് തന്നെ ചേർക്കാം കേട്ടോ. അതിന്റെ ഒരു രുചി വേറെ തന്നെയാണ്. അരച്ചതിന് ശേഷം നമുക്ക് ഈ കുക്കറിലെ കഞ്ഞി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു അടിപൊളി പാൽക്കഞ്ഞി പോലെ ആയിട്ടുണ്ട്. നല്ലോണം ചൂടാക്കണം കേട്ടോ. ഒന്ന് തിളക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചൂടാക്കി എടുക്കുക കേട്ടോ. പിന്നെ ഒരു നുള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇട്ടുകൊണ്ടിട്ടോ, ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. ഇപ്പം ഞാനെൻ്റെ മോക്ക് ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നപ്പോൾ അവൾക്ക് ഇത് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ അത് നമ്മൾ പ്രതിരോധ ശേഷിക്കൊക്കെ മഞ്ഞളിട്ട വെള്ളമൊക്കെ കുടിക്കാറുണ്ടായിരുന്നില്ലേ, ആ ഒരു ഇതിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് ഇതിലും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ നല്ല അടിച്ചു പിടിച്ച് പെയ്യുന്ന മഴ ഉണ്ടല്ലോ ഇപ്പോൾ, ആ മഴക്കാലത്തൊക്കെ നല്ല തണുപ്പുള്ള സമയത്ത് ഈ കുറച്ച് ഇങ്ങനത്തെ കഞ്ഞിയൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കുറച്ചൊരു ആരോഗ്യം കാര്യങ്ങളും എന്താ പറയുക, തണുപ്പിനൊക്കെ അതിജീവിക്കാനുള്ള ഒരു ശേഷിയൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളിതാ കഞ്ഞിയൊക്കെ ഇവിടെ റെഡിയായി. 2-3 തുള്ളൽ വന്നപ്പോൾ നമ്മൾ ഓഫാക്കിയിട്ടുണ്ട്. നമുക്ക് ഇത് ബൗളിലേക്ക് മാറ്റാൻ, നല്ലോണം ഒന്ന് ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് കുട്ടിയൊക്കെ കൊടുക്കാം. അപ്പൊ നമ്മളെ അടിപൊളി ഉലുവക്കഞ്ഞി, നമ്മളെ കർക്കിടക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതില് ചിലർക്ക് മരുന്ന് കഞ്ഞി, മരുന്നൊക്കെ ഇട്ടിട്ടുള്ള കഞ്ഞിയൊക്കെ ഇഷ്ടമുണ്ടാവും, അതൊക്കെ ഉണ്ടാക്കും. നമ്മൾ ഉണ്ടാക്കുന്ന കഞ്ഞി ഇതാണ്. നല്ല സിമ്പിളായിട്ട് കുട്ടികൾക്ക്, നമുക്ക് അധികം ഒരു ചോയും മരുന്നിന്റെ ടേസ്റ്റ് ഒന്നും പറ്റാത്തൊരു കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന അടിപൊളി കഞ്ഞിയാണ്. അപ്പൊ എൻ്റെ ഈ ഒരു കർക്കിടക കഞ്ഞി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കഞ്ഞിയാണ് കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാന്ന് കരുതിയതാണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ മറക്കാതെ എൻ്റെ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇനി എല്ലാവരോടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്.